ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരുപാട് ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മറ്റൊന്നും തന്നെയല്ല, നമ്മൾ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത് സ്വന്തം അമ്മ പുഴയിൽ വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞ പിഞ്ചോമനയുടെ ന്യൂസ്. ഇന്ന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലറിയാൻ കഴിയുന്നത് കുഞ്ഞ് മരിക്കുന്നതിന് തൊട്ട് ദിവസം മുൻപ് വരെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ്. പീഡിപ്പിച്ചത് മറ്റാരും തന്നെയല്ല, അച്ഛൻ്റെ സഹോദരനാണ്, ഇളയച്ഛൻ. അച്ഛനെ പോലെ കരുതേണ്ട ആൾ തന്നെയാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചിരിക്കുന്നത്. 4 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ 2.5 വയസ്സ് തൊട്ട് മുതൽ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഞെട്ടിക്കുന്ന വിവരമാണ് ആയിട്ടുള്ളത്. 2.5 വയസ്സ് തൊട്ട് ആ കുഞ്ഞ് ഈ പീഡനത്തിന് ഇരയാവുന്നു. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ അവന് തോന്നിയത്? അവനൊരു മനുഷ്യനാണ്. ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാനൊരു അമ്മയാണ്, 3 മക്കളുടെ അമ്മ. ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഓരോ അമ്മമാർക്കും? മനസാക്ഷിയുള്ള ഒരാളും ചെയ്യില്ല. അമ്മ പറയുന്നത് അമ്മയ്ക്കിത് കണ്ടു നിൽക്കാൻ കഴിയാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് അമ്മ അതിനെ കൊന്നുകളഞ്ഞത്? എന്തുകൊണ്ട് അമ്മ അതിന് പ്രതികരിച്ചില്ല? ഈ ഒരു കാര്യം അറിഞ്ഞ അന്ന് തൊട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഒരു കുഞ്ഞ് സ്വന്തമായി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ മൈൻഡ് ഉണ്ടാവുക? കാരണം ഒരു കുഞ്ഞിന് വേണ്ടി ലോകമൊട്ടാകെ എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമ്പോഴാണ് സ്വന്തം കുഞ്ഞിനെ ഇതുപോലെ കൊന്നുകളയുന്ന കുറച്ച് ആൾക്കാർ. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് സാധിക്കുന്നതെന്നറിയില്ല. സ്വന്തം ചേട്ടൻ്റെ മകളാണ്. സ്വന്തം മകളെ പോലെ കാണണ്ട കണ്ണുകൊണ്ട് അവൻ കണ്ടത് കാമത്തോടു കൂടിയാണ്. അവൻ്റെ ഈ ഒരു വികാരം തീർക്കാൻ ഈ പിഞ്ചോമനയാണോ അവന് കിട്ടിയത്? അവൾ ഈ ലോകത്തിൽ നിന്ന് ഇന്ന് വിട പറഞ്ഞു. ഇന്ന് അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ന്യൂസ് നമുക്ക് കേട്ടാലറിയാം. അവൾ എന്നും കളിച്ച് ചിരിച്ച് നടക്കുന്ന അവളുടെ കൊച്ചു കൂട്ടുകാർ, അടുത്തടുത്ത് വീടുകളാണ്. അവരാരും ഈ ഒരു ന്യൂസ് അറിഞ്ഞില്ല, ഈ ഒരു കാര്യം അറിഞ്ഞില്ല. എങ്ങനെ അറിയും? സ്വന്തം വീടിനുള്ളിൽ വെച്ചാണ്. അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മ കാവൽ നിന്നുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ വിടുന്നത് എന്ത് ക്രൂരതയാണിത്? ഇതിന് മനസ്സാക്ഷി എന്ന് ഒരു സാധനം ഇല്ല ഇവർക്കൊന്നും. കണ്ടു നിൽക്കാനും കേട്ടു നിൽക്കാനും കഴിയാത്തൊരവസ്ഥ. ഈ ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ മനസ്സ് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോവുക? ഈ ഒരു പൈശാചിക കൃത്യം, അതാണ് പറയുന്നത്. പൈശാചികമായ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ പിശാചുകൾക്ക് കനത്ത ശിക്ഷ തന്നെ നിയമ വ്യവസ്ഥ നൽകട്ടെ. അതിന് മാതൃകാപരമായി തന്നെ ശിക്ഷിക്കട്ടെ അവരെ എന്നാണ് പറയാനുള്ളത്. ഇനിയുള്ള ആൾക്കാർക്കും ഒന്ന് ഭയപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. കുഞ്ഞുങ്ങൾക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഭയപ്പെടുന്ന രീതിയിൽ തന്നെ ശിക്ഷ ലഭിക്കട്ടെ എന്നാണ് എനിക്കിതിൽ അത് പറയാനുള്ളത്. ഒരു പെറ്റമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ ഇത്ര ക്രൂരതയോടുകൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ എന്ന് പറയുന്നത് കടലോളം സ്നേഹമാണ് അമ്മയുടെ ഉള്ളിലെന്നും. തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ പ്രാണം കളഞ്ഞും കാത്തു സംരക്ഷിക്കുന്നവരാണ് അമ്മമാർ. ആ അമ്മയ്ക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ ഒരു ജന്മം കൊടുത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊന്നു കളയാമെന്നൊരു ചിന്താഗതി ഉണ്ടാകരുത്. ജന്മം കൊടുത്ത ഒരമ്മയ്ക്കും കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാനുള്ള അധികാരമില്ല. അമ്മയുടെ ഉള്ളിൽ എന്നും സ്നേഹമാണ്, വാത്സല്യമാണ്. അത് കൊടുത്തുകൊണ്ടാണ് ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അമ്മയുടെ കരങ്ങളിൽ എന്നും കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ചിന്താഗതികൾ എന്തുകൊണ്ടാണ് ചില അമ്മമാരിലെങ്കിലും വരുന്നത്? ഓരോ ദിവസവും ഇപ്പോൾ ഇതുപോലുള്ള ന്യൂസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നറിയില്ല. ഇനിയും ഇതിൽ കൂടുതൽ, ഈ ഒരു വാർത്തയിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് കൂടുതൽ കാര്യങ്ങൾ ഇനിയുള്ള വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്കിലും ഇത് കേട്ട ഉടനെ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചൊരു 2 വാക്ക് പറയണം എന്ന ഒരു ഇതുകൊണ്ടാണ് ഞാനും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. 2.5 വയസ്സ് തൊട്ട് അവൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞ് കിടന്നുറങ്ങിയിരുന്നത് ഈ ആളുടെ കൂടെയാണ്, അതായത് അച്ഛൻ്റെ അനുജൻ്റെ കൂടെയാണ്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അച്ഛൻ്റെ അനുജന്മാരും അനുജത്തിമാരും എല്ലാവരുടെ കൂടെയും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും. അങ്ങനെയാണ് നമ്മളെല്ലാവരും, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്.
ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇവൻ ഈ കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തത്. പക്ഷെ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഈ ഒരു വിവരം പുറത്ത് പറയാതിരുന്നത് എന്നറിയില്ല. ഒരുപക്ഷെ അതിന് തിരിഞ്ഞു കാണില്ല, അതിനെ ഈ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കുഞ്ഞു മനസ്സല്ലേ, അവൾ കുഞ്ഞല്ലേ, അവൾക്ക് ചിലപ്പോൾ അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രവൃത്തി ചെയ്ത അവനെ മാതൃകാപരമായ കഠിനപരമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ഗതി ഉണ്ടാകും. ജനിച്ച് 4 വയസ്സിനിടയിൽ അവൾ അനുഭവിക്കാത്തതായി ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ? അവൾ ഇപ്പോൾ ഈ ഭൂമിയിലില്ല. എന്നിരുന്നാലും 4 വയസ്സിനുള്ളിൽ ഇത്രയും ക്രൂരമായ പീഡനം, 4-ാം വയസ്സിൽ സ്വന്തം അമ്മയുടെ കൈകൊണ്ട് തന്നെ മരണവും. എങ്ങനെയാണ് ആ കുഞ്ഞിനോട് നമ്മൾ എന്ത് നീതിയാണ് അവൾക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുക? മാപ്പ് പറയുന്നു ആ കുഞ്ഞിനോട്. ഇതുപോലെ അമ്മയുടെ കൈകൾ കൊണ്ട് ഇനി ഒരു കുഞ്ഞിനും ഒരു ഗതിയും ഇതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും എല്ലാ രക്ഷിതാക്കളും കെയർ ചെയ്യുക. നല്ലവണ്ണം സ്വന്തം കുഞ്ഞിനെ തൻ്റെ അമ്മയുടെ കൂടെ തന്നെ പരിപാലിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ കൈകളിലും ഏൽപ്പിക്കാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയതല്ല. നിർഭാഗ്യവശാൽ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോസുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വരുന്നത് വരെ ബൈ ബൈ.